ഹലോ ഗായ്സ്, വെൽക്കം. ഞാൻ ആർഷ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നോസിൻ്റെ മുകളിൽ വന്ന കറുത്ത വരയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഈ കറുത്ത വര ഒരു ബുക്ക് വീണത്. ഈ കറുത്ത വര വരാനുള്ള കാരണം അത് വന്നാൽ നമുക്ക് നാച്ചുറൽ റെമഡീസിലൂടെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോണത്. അപ്പോൾ ഞാനത് ലാഗ് അടിക്കാനുള്ള ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഇതെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റാണ്. അപ്പോൾ ഞാൻ കരുതി ഓക്കെ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് കരുതിയിട്ട് ഇടുന്നതാണ്. അതായത് നമ്മുടെ നോസിൻ്റെ മുകളിൽ കറുത്ത വര വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഹോർമോൺ ചേഞ്ചസ് ആണ്. എല്ലാവർക്കും ഉണ്ടാവില്ല, ചിലവർക്ക് ഇങ്ങനെ ഹോർമോൺ ചേഞ്ച് ആകുമ്പോൾ ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ വെയിലൊക്കെ ഒരുപാട് കൊണ്ട് കഴിഞ്ഞാലും ഇങ്ങനെ വരും. പിന്നെ അല്ലെങ്കിൽ പിന്നെ സെൻസിറ്റീവ് സ്കിന്നുകാരുണ്ട്, അവർക്ക് ഇടയ്ക്ക് ഇങ്ങനെ ജലദോഷം തുമ്മലൊക്കെ വരാമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ കറുത്ത കളറിൽ വരും. കാരണം ഇങ്ങനെ അവർക്ക് ഇടയ്ക്ക് ഇങ്ങനെ തുമ്മാനൊക്കെ വരുമല്ലോ, അപ്പോൾ നമ്മുടെ കൈയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫേസിലോട്ട് പോകും. അപ്പോൾ അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ മാറ്റിയെടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഒരു വീക്കിലി നമ്മൾ ഫേസ് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അത് ഹാർഡ്ലി ചെയ്യാൻ പാടില്ല, ഭയങ്കര സോഫ്റ്റായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഓവർനൈറ്റ് കിടക്കുമ്പോൾ കുറച്ച് ലെമണും ഹണിയും കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. വളരെ നല്ലതാണ്. ഇപ്പോൾ ആ ഹണി ഇല്ലയെന്നുണ്ടെങ്കിൽ ലെമണും ഇഞ്ചി നീരും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ നോസിൽ അപ്ലൈ ചെയ്യണം, നല്ലതാണ്. എന്നിട്ട് മോർണിംഗ് ആകുമ്പോഴേക്കും അത് വാഷാക്കി കളഞ്ഞാൽ മതി. പിന്നെ ലെമൺ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അലോവേര ജെല്ലും പിന്നെ വിറ്റാമിൻ സി ക്യാപ്സ്യൂൾ അതും കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് ഓവർനൈറ്റ് കിടന്നാൽ മതി. ഓവർനൈറ്റ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ 2-3 months ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിന് നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാകും. ആ കറുത്ത കളറിലെ വര അങ്ങ് പൊയ്ക്കോളും. ഇത് അപ്ലൈ ചെയ്യണതിന് മുന്നേ നമ്മൾ നൈറ്റ് ഫേസ് നല്ല രീതിക്ക് വാഷ് ആക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ സാധനമൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് പിന്നെ കിടന്നുറങ്ങിയിട്ട് മോർണിംഗ് ആകുമ്പോഴേക്കും വാഷാക്കി കളഞ്ഞാൽ മതി. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ എപ്പോഴും ഈ കൈ കൊണ്ടുവന്ന് ഇങ്ങനെ ടച്ച് ആക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈ എപ്പോഴും ഹൈജീൻ ആയിരിക്കില്ല. നമ്മൾ ഇടയ്ക്ക് എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്യും. അപ്പോൾ നമ്മുടെ കയ്യിൽ അഴുക്കൊക്കെ ആവും. അപ്പോൾ അങ്ങനെ നമ്മുടെ മുഖത്ത് ടച്ച് ചെയ്താലും ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, പിമ്പിൾസ് ഒക്കെ വരും. അപ്പോൾ മാക്സിമം നമ്മൾ ഫേസിൽ കൈയൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്യണത് ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇപ്പോൾ യൂസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കാലൊക്കെ മരിച്ചു ഗൈസ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.